സ്വച്ഛതാ ഹി സേവ ദ്വാര ശുചീകരണ പരിപാടിക്ക് തുടക്കം കുറിച്ച് വടകര റെയിൽവേ സ്റ്റേഷൻ. പരിപാടിയുടെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ ക്ലീൻനെസ് ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സന്ദേശ യാത്രയും സംഘടിപ്പിച്ചു. പരിപാടി മുൻ നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കഴിഞ്ഞ 9 വർഷമായി റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം യാത്രക്കാരിൽ ശുചിത്വബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പരിപാടിക്ക് വടകര റെയിൽവേ സ്റ്റേഷനിൽ തുടക്കമായി. പരിപാടിയുടെ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷൻ ക്ലീൻനെസ് ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സന്ദേശയാത്ര സംഘടിപ്പിച്ചു. യാത്രയിൽ മടപ്പള്ളി കോളേജ് NCC കേഡറ്റ്സ്, പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വടകര BM ഹൈസ്കൂൾ, കുരിക്കിലാട് കോപ്പറേറ്റീവ് കോളേജ് എന്നിവിടങ്ങളിലെ NSS വളണ്ടിയർമാരും വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പങ്കാളികളായി. ഒക്ടോബർ 2 വരെ നീണ്ടുനിൽക്കുന്ന സ്വച്ഛതാ ഹി സേവ ദ്വാര ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം മുൻ നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ നിർവഹിച്ചു. 2015 മാലിന്യ സംസ്കരണം ഒരു സജീവ സാമൂഹ്യ പ്രശ്നമായി നമ്മുടെ മുമ്പിൽ ഉയർന്നു. അതുമുതൽ പ്രശ്നം ഉയർന്നു വന്നത് മുതൽ ഇവിടെ മാത്രമേ, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെമ്പാടും ഈ മാലിന്യ പ്രശ്നം ഒരു സജീവമായ സാമൂഹ്യ പ്രശ്നം, പിന്നീടത് കാലാവസ്ഥാ പ്രശ്നം, മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലെയും ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന വിഷയമായി മാറി വരുന്ന ഘട്ടത്തിലാണ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊരാലോചന സാർവദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയൊക്കെ മുൻകൈയെടുത്തുകൊണ്ട് ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 2015 മുതൽ സജീവമായി ജനകീയ സംരംഭങ്ങളായി മാലിന്യ സംസ്കരണങ്ങൾ ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2014 മുതൽ 4-5 നിയമങ്ങൾ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. ആ പാസ്സാക്കിയ നിയമങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നതിൽ ഒരുപാട് കുറ്റങ്ങളും ശിക്ഷ വിധിക്കാൻ അർഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. പക്ഷെ ഫലപ്രദമായ നിയമം നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമാണ് നമ്മുടെ സാമൂഹിക സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ നിയമങ്ങളൊന്നും അതിൻ്റെ ഉദ്ദേശിച്ച രൂപത്തിൽ നടപ്പിലാവാത്തതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വളരെ ഗൗരവകരമായ വിഷയമായി നിൽക്കുകയാണ്. ഇവിടെ വത്സമാഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംസ്കരണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പലതരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഇപ്പോഴും വലിച്ചെറിയുക എന്നുള്ളത്, നമുക്ക് ആവശ്യമില്ലാത്തത് മുഴുവൻ വലിച്ചെറിയുക എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ കഴിയുന്നില്ല. എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്കാണെങ്കിൽ അങ്ങനെ ഒരു പരിശീലനമൊന്നും ആദ്യകാലങ്ങളിൽ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും ആവശ്യമില്ലെങ്കിൽ ഒരു മുട്ടായി വാങ്ങിയാൽ അതിൻ്റെ റാപ്പർ പോലും എവിടെയാണ് കാണുന്നിടത്തിൽ വലിച്ചെറിഞ്ഞ് പോകുന്ന നടിയാണുള്ളത്. ഇതിൻ്റെ ഭാഗമായി ജലാശയങ്ങളും ഇവിടെ ഇപ്പം മത്സ്യമാഷ് സൂചിപ്പിച്ചത് ഇതിൻ്റെ പുറകിലുള്ള കണ്ടൽക്കാടുകളടക്കം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഈ മാലിന്യം കൂമ്പാരമായി മാറുന്നു. സ്റ്റേഷൻ സൂപ്രണ്ട് TP മനീഷ് ചടങ്ങിൽ അധ്യക്ഷനായി. RPF ഇൻസ്പെക്ടർ TM ധന്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വത്സലൻ കുനിയിൽ, മണലിൽ മോഹനൻ, PP രാജൻ, PK രാമചന്ദ്രൻ, പപ്പൻ നരിപ്പറ്റ, പ്രേംകുമാർ വടകര, വടേക്കണ്ടി നാരായണൻ, അജിത് പാലയാട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ. ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും. ഈ ഓണമഹോത്സവത്തിൽ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളയ്ക്ക് സമാരംഭം. വടകര ഫെസ്റ്റ് 2K25. വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം നവകേരളം വടകര ഫെസ്റ്റ് 2025.